ഇന്ന് പത്രവാർത്തകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ലിജോ വർഗീസാണ് എനിക്കൊപ്പം ഉള്ളത്. ലിജോ വർഗീസ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സേതു നേരത്തെ പറഞ്ഞതുപോലെ അല്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ ന്യൂസ് ആംഗിൾ പോലെ ഇന്നലത്തെ ഉദ്ഘാടനവും അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളുമാണ് ഇന്ന് എല്ലാ പത്രങ്ങളിലെയും പ്രധാന തലക്കെട്ട്. ആ തലക്കെട്ടുകളിലേക്ക് തന്നെ പോകാം. ഒരുപക്ഷെ പ്രധാനമന്ത്രി ഇന്നലെ ഇവിടെ എത്തി ആ പരിപാടി നടന്നു എന്നതിനപ്പുറത്തേക്ക് ആ വിവാദമാണ് കൂടുതൽ വലിയ വാർത്തയായത്. അതുതന്നെയാണ് പത്രങ്ങളിലെ തലക്കെട്ടുകൾ. ഉദ്ഘാടന തല്ല് എന്നാണ് മാതൃഭൂമി അതിന് ഇന്ന് ഹെഡ്ലൈൻ കൊടുത്തിരിക്കുന്നത്. 11,000 കോടിയുടെ പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കമിട്ടു. ദേശീയപാത ഉദ്ഘാടനത്തിൽ മന്ത്രി റിയാസിനെ ക്ഷണിച്ചില്ല. സംസ്ഥാന സർക്കാർ ചടങ്ങ് ബഹിഷ്കരിച്ചു. മരുമകനെയും കുടുംബത്തെയും വിളിക്കണോ എന്ന രാജീവ് ചന്ദ്രശേഖരൻ്റെ പരാമർശം വലിയ തരത്തിൽ വിമർശിക്കപ്പെട്ടു. തുടങ്ങിയ കാര്യങ്ങളെല്ലാം ചേർത്ത് വെച്ചുകൊണ്ടാണ് മാതൃഭൂമി ഒന്നാമത്തെ പേജിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി ആ വാർത്ത നൽകുന്നത്. സുപ്രഭാതം പറയുന്നത് പ്രധാനമന്ത്രിയെ ബഹിഷ്കരിച്ച സർക്കാർ എന്നാണ്. ദേശീയപാത ഉദ്ഘാടന ചടങ്ങിൽ പൊതുമരാമത്ത് മന്ത്രിയെ ഒഴിവാക്കി ചടങ്ങ് സർക്കാർ ബഹിഷ്കരിച്ചു എന്നാണ്. സമാന്തര ഉദ്ഘാടനവുമായി മന്ത്രി റിയാസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ട്. രാജീവ് ചന്ദ്രശേഖരൻ്റെ പേരുൾപ്പെടെ പേരുകൾ 2 തവണ എടുത്തു പറഞ്ഞ പ്രധാനമന്ത്രി പാർലമെൻറ്റിൽ അംഗം കൂടിയായിട്ടുള്ള ഹൈബി ഈഡൻ്റെ പേര് പരാമർശിച്ചില്ല എന്നുള്ള കാര്യം കൂടി എടുത്ത് പറയുന്നുണ്ട്. പരാതിയുമായി കൊടിക്കുന്നിലും ഉദ്ഘാടന ചടങ്ങിൽ ക്ഷണിച്ചില്ലെന്ന പരാതിയുമായി കൊടിക്കുന്നിൽ സുരേഷ് MP കൊല്ലം വെസ്റ്റ് കല്ലടയിലെ ഫ്ലോട്ടിംഗ് സോളാർ പവർ പദ്ധതി ഉദ്ഘാടന ചടങ്ങിലേക്ക് അറിയിക്കുകയോ ക്ഷണിക്കുകയോ ചെയ്തിട്ടില്ല എന്ന്. അതായത് കേരളത്തിലൂടെ വന്ന് പല പരിപാടികൾ നടന്നതിൽ കേരളത്തിലെ ജനപ്രതിനിധികൾ ഇക്കാര്യങ്ങൾ അറിഞ്ഞില്ല എന്നുള്ള കാര്യം കൂടി ചേർത്ത് വെച്ചുകൊണ്ടാണ് സുപ്രഭാതം ആ വാർത്ത ഇന്ന് ഒന്നാം പേജിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. ദേശാഭിമാനി സ്വാഭാവികമായും അത് ആ തരത്തിലാണ് അതിൻ്റെ ഹെഡ്ലൈൻ. കേരളത്തെ അപമാനിച്ചു എന്നാണ് ദേശാഭിമാനി പറയുന്നത്. ദേശീയപാത ഉദ്ഘാടനത്തിൽ തരംതാണ രാഷ്ട്രീയ കളി. ദേശീയപാത 66 ഉദ്ഘാടന ചടങ്ങിൽ പൊതുമരാമത്ത് മന്ത്രി റിയാസിനെ കേന്ദ്രം ഒഴിവാക്കി. ഫലകത്തിൽ മന്ത്രിയുടെ പേരുള്ളത് BJPയുടെ ഗൂഢാലോചനയ്ക്ക് തെളിവ്. മന്ത്രിയെ അധിക്ഷേപിച്ച് BJP വ്യാപക പ്രതിഷേധം. റോഡ് ഷോയും പ്രാദേശിക ഉദ്ഘാടനവും നടത്തിയ LDF. രാഷ്ട്രീയ പകപോക്കലെന്ന് MV ഗോവിന്ദൻ്റെ പ്രസ്താവന കൂടി ചേർത്ത് വെച്ചുകൊണ്ടാണ് ദേശാഭിമാനി ഇന്ന് വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. മാധ്യമം പക്ഷേ ഈ വിവാദം എന്നതിനപ്പുറത്തേക്ക് മറ്റൊരു തരത്തിലാണ് അതിൻ്റെ ഹെഡ്ലൈൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്, പ്ലേസ് ചെയ്തിരിക്കുന്നത്. പിന്നെയും വെറുതെ എന്നാണ്. 10,800 കോടിയുടെ കേന്ദ്ര പദ്ധതികൾ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. കേരളത്തിനായി പ്രഖ്യാപനങ്ങളൊന്നുമില്ല എന്നാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപുള്ള സന്ദർശനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വമ്പൻ പ്രഖ്യാപനങ്ങൾ നടത്തിയേക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും കേരളത്തിന് നിരാശ. വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും നിർവഹിക്കാൻ മോദി എത്തിയത് വെറും കൈയോടെ എന്നാണ് മാധ്യമം ഇന്ന് ഒന്നാം പേജിൽ അവരുടെ പ്രധാനപ്പെട്ട വാർത്തയായി റിപ്പോർട്ട് ചെയ്യുന്നത്. ജന്മഭൂമി സ്വാഭാവികമായും അവർ പൊളിറ്റിക്കലി തന്നെയാണ് വാർത്തയെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. NDAക്ക് അവസരം തരൂ, വികസിത കേരളം മോദിയുടെ ഗ്യാരണ്ടി എന്നാണ് ജന്മഭൂമിയുടെ ഒന്നാം പേജിലെ ഇന്നത്തെ വാർത്ത. അങ്ങനെയാണ് പലതരത്തിൽ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇന്നലത്തെ ദേശീയപാത ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട വാർത്തയിൽ വിവാദവും വാർത്തകളുമൊക്കെ പല പത്രങ്ങളിലായി. ഇനിയും എല്ലാ പത്രങ്ങളിലും ആ വാർത്തയുണ്ട്, പല പത്രങ്ങളിലായി അതങ്ങനെ ആ തരത്തിലാണ് ആ വാർത്തയെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. യുദ്ധം വീണ്ടും അവിടെ തന്നെ നിൽക്കുകയാണ്. അത് വലിയ തരത്തിലുള്ള ഒരു കാർമേഘം പോലെ നമ്മളുടെ ഒക്കെ മുകളിലുണ്ട്. വീക്ഷണം പത്രം ഇന്ന് ഒന്നാം പേജിൽ ആ വാർത്ത കൊടുത്തിരിക്കുന്നത് ആകാശത്തീ എന്നാണ്. ഇന്ധനവില കുതിച്ചുയരുന്നു. വിമാന ടിക്കറ്റ് നിരക്കുകൾ ഉയരും. ഇന്നു മുതൽ ആഭ്യന്തര യാത്രയ്ക്ക് 399 രൂപ അധികം. സർചാർജുമായി എയർലൈൻസുകൾ, പ്രവാസികൾ കുരുക്കിൽ. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചേർത്ത് വെച്ചുകൊണ്ടാണ് വീക്ഷണം ഒന്നാമത്തെ പേജിൽ ഈ വാർത്ത ഇന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. ദീപികയിൽ ആ വാർത്ത കുന്തമുന ഹോമുസ് എന്നാണ്. ഇന്ത്യയിലേക്ക് വരികയായിരുന്ന കപ്പൽ ആക്രമിക്കപ്പെട്ടു. തായ് കമ്പനിയുടെ കപ്പലിലുണ്ടായിരുന്ന 20 ജീവനക്കാരെ രക്ഷപ്പെടുത്തി. ഇറാന്റെ 16 യുദ്ധക്കപ്പലുകൾ തകർത്തെന്ന് ട്രംപ്. ദുബായ് വിമാനത്താവളത്തിലേക്ക് ആക്രമണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം ചേർത്ത് വെച്ചുകൊണ്ടാണ് ദീപിക ഇന്ന് ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. അതിനുശേഷം ആ യുദ്ധം എന്നത് നമ്മളിലേക്ക് എത്തുമ്പോൾ അത് ഇങ്ങനെയാണ്. ഹോട്ടലുകൾ അടച്ചുപൂട്ടുന്നു, റെയിൽവേ ഭക്ഷണവും മുടങ്ങും എന്നാണ് ജനയുഗം വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. LPG പ്രതിസന്ധി ഗുരുതരം. ശിവമോഗയിൽ 90% ഹോട്ടലുകളും അടച്ചിടും. അതായത് കർണാടകയിൽ ശിവമോഗ എന്ന സ്ഥലത്ത് 90% ഹോട്ടലുകളും അടച്ചിടും എന്നാണ് ജനയുഗം പറയുന്നത്. സംസ്ഥാനത്തെ സ്ഥിതി അതിരൂക്ഷം. ഇന്ന് LDF പ്രതിഷേധം എന്ന കാര്യങ്ങളെല്ലാം ചേർത്ത് വെച്ചുകൊണ്ടാണ് ജനയുഗം ഈ വാർത്ത ഇന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. ദേശാഭിമാനിയുടെ ഉൾപേജിൽ ഒരു വാർത്ത കൂടിയുണ്ട്. അത് 9-ാം പേജിലാണ് ആ വാർത്ത. എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രതിസന്ധി, അതായത് ഇന്ത്യയിലൊരു പ്രതിസന്ധി എന്ന സ്ഥലത്ത് ദേശാഭിമാനി ഒരു വാർത്ത ഇങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. മോദിയുടെ US വിധേയത്വം വരുത്തിവെച്ച വിന എന്നാണ്. രാജ്യത്തെ വൻ പ്രതിസന്ധിയിലാക്കുന്ന പാചകവാതക ക്ഷാമത്തിൻ്റെ പ്രധാന കാരണം മോദി സർക്കാരിൻ്റെ അന്ധമായ അമേരിക്കൻ വിധേയത്വം. അമേരിക്കൻ ശാസനപ്രകാരം കേന്ദ്രം
റഷ്യൻ എണ്ണ വേണ്ടെന്ന് വെച്ചതാണ് വൻ ക്ഷാമത്തിലെത്തിച്ചത്. 90 ദിവസത്തെ ക്രൂഡ് ഓയിൽ കരുതൽ ശേഖരം ഉറപ്പാക്കണമെന്ന പൊതുനിർദ്ദേശവും സർക്കാർ പാലിച്ചില്ല. അമേരിക്കയുമായി ഏത് വിധേനയും വ്യാപാര കരാറിലെത്താനാണ് മോദി ശ്രമിച്ചത്. ഇതിനായി ട്രംപ് പറയുന്നതെല്ലാം ചെയ്തു. റഷ്യൻ എണ്ണ നിർത്തി. സ്വാഭാവികമായി അതിൻ്റെ പ്രതിസന്ധി രാജ്യം നേരിടേണ്ടി വന്നു എന്നുള്ളതാണ് ഉൾപേജിൽ 9-ാം പേജിൽ ദേശാഭിമാനി റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു വാർത്ത. ഇനി മറ്റു വാർത്തകളിലേക്ക് കൂടി പോയാൽ അതിൽ ഒന്ന് കേരളത്തിൽ ഇന്നലെ ഹൈക്കോടതിയുടെ ഒരു നിരീക്ഷണം ഉണ്ടായത് എന്നുള്ളതാണ്. എയിംസ് കാലതാമസം എന്തെന്ന് ഹൈക്കോടതി. സിറാജിൽ മറ്റു പത്രങ്ങളിലും ആ വാർത്തയുണ്ട്, സിറാജിലും ആ വാർത്തയുണ്ട്. സംസ്ഥാനത്ത് എയിംസ് അനുവദിക്കുന്നതിലെ കാലതാമസത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ ഹൈക്കോടതി എന്തുകൊണ്ടാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാത്തതെന്ന് കോടതി ചോദിച്ചു എന്നുള്ള കാര്യമാണ് സിറാജ് ഇന്ന് 1-ാമത്തെ പേജിൽ ഒരു പ്രധാനപ്പെട്ട വാർത്തയായി അവർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നേരത്തെ വന്ന വാർത്തയാണ്, അല്ലെങ്കിൽ ഇന്ന് മുതലുള്ളൊരു വാർത്തയാണ്. 31 പേരുടെ ആദ്യഘട്ട കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അംഗീകാരം. 3 പേരൊഴികെ സിറ്റിംഗ് MLA മാർ വീണ്ടും വരും. MP മാർ മത്സരിക്കില്ല. എൽദോസ് കുന്നപ്പള്ളി ഒഴികെ ബാക്കിയുള്ളവരെല്ലാവരും വരും. പാലക്കാട് സ്വാഭാവികമായും അവിടെ പുതിയ MLA സ്ഥാനാർത്ഥിയെ കോൺഗ്രസിന് കണ്ടെത്തേണ്ടി വരും. K ബാബു തൃപ്പൂണിത്തറയിൽ മത്സരിക്കില്ല, പകരം അവിടെ മറ്റൊരാൾ വരും. അതെല്ലാം ചേർത്ത് വെച്ചുകൊണ്ടാണ് മംഗളം അത്തരത്തിലൊരു വാർത്ത ഇന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. മനോരമയിലൊരു വാർത്തയുള്ളത് അത് മന്ത്രി ഗണേഷ് കുമാറുമായി ബന്ധപ്പെട്ട വീട്ടിലേക്ക് വഴിവിട്ട് എന്നാണ് ഇന്ന് മനോരമ 1-ാം പേജിൽ റിപ്പോർട്ട് ചെയ്യുന്നൊരു വാർത്ത. 1-ാം പേജ് എന്ന് പറയുന്നത് ആദ്യഘട്ടങ്ങളിലുള്ള പരസ്യത്തിന് ശേഷമാണ്. അതുകൊണ്ട് 1-ാം പേജ് എന്ന് പറയാൻ കഴിയില്ല. പക്ഷേ ഒരു പ്രധാന തലക്കെട്ട് അതാണ്. നടപടിക്രമങ്ങൾ പാലിക്കാതെ മന്ത്രിപത്നിക്ക് സർക്കാർ കരാർ. കേര ഫെഡ് മിൽമ ഉൽപ്പന്നങ്ങളുടെ വിദേശ വ്യാപാര കരാർ. മന്ത്രി ഗണേഷ് കുമാറിൻ്റെ ഭാര്യ ബിന്ദു മേനോന് വിജ്ഞാപനമോ താല്പര്യപത്രമോ അടക്കമുള്ള മത്സര പ്രക്രിയകളൊന്നുമില്ല എന്ന കാര്യം കൂടി വെച്ചുകൊണ്ടാണ് മനോരമ ഇന്ന് 1-ാമത്തെ പേജിൽ ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. മറ്റൊരു വാർത്ത ഇന്നലെ ഉണ്ടായ ഒരു മതേതര കല്യാണവുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. മോണാലിസയ്ക്ക് കേരളക്കരയിൽ മിന്നുകെട്ട്. വ്യത്യസ്ത മതക്കാർക്ക് പ്രണയ സാഫല്യം. സിനിമയെ വെല്ലും ക്ലൈമാക്സ്. കേരളത്തിൽ ജീവിക്കാനാണ് താല്പര്യം. 10-ാം വയസ്സിൽ ബന്ധുവുമായി വിവാഹം ഉറപ്പിച്ചിരുന്നു. അത് താല്പര്യമില്ലാത്തതുകൊണ്ടാണ് കേരളത്തിലേക്ക് വന്ന് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് ഇന്നലെ നടന്ന വിവാഹം മറ്റു പത്രങ്ങളിലുമുണ്ട്. അത് കേരള കൗമുദിയിലും ആ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. എഡിറ്റോറിയൽ പരിശോധിച്ചാൽ സ്വാഭാവികമായും കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇപ്പോഴുണ്ടായിരിക്കുന്ന വലിയ തോതിലുള്ള ഇപ്പോഴത്തെ ഇന്ധന പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. പടികടന്നെത്തുന്ന യുദ്ധക്കെടുതി എന്നാണ് മനോരമ ഇന്നത്തെ എഡിറ്റോറിയൽ ഉള്ളത്. കടുത്ത ആദ്യമായി LPG ക്ഷാമം. പശ്ചിമേഷ്യയിലെ സംഘർഷത്തിൻ്റെ പ്രത്യാഘാതം LPG സിലിണ്ടർ വിതരണത്തെയും ബാധിച്ചോടെ രാജ്യത്തൊപ്പം കേരളത്തിലും ഭക്ഷണശാലകളും കടുത്ത പ്രതിസന്ധിയിലാണ് എന്നാണ് മനോരമ ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. ഇത് ദീപിക പത്രത്തിലും സമാനമായി തന്നെ ആ വാർത്തയുണ്ട്. ദീപിക അത് പക്ഷേ ഹോർമൂസുമായി ചേർത്ത് വെച്ചുകൊണ്ടാണ് അതിനെ അവർ എഡിറ്റോറിയൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിങ്ങനെയാണ്: ഹോർമൂസിൽ നിന്ന് വിറകടുപ്പിലേക്ക് എന്നാണ്. യുദ്ധം തീരുന്നത് നല്ലതാണ്, പക്ഷേ അതിനു മുൻപ് പാചകവാതകം തീരുന്നത് നല്ലതല്ല. കരുതലോടെ ഉപയോഗിക്കുക. നിങ്ങൾ ഏത് എന്നതല്ല ഇപ്പോഴത്തെ പ്രശ്നം. ഇത്തിരി തീയുണ്ടോ കഞ്ഞി വെക്കാൻ എന്നത് മാത്രമാണ് എന്നാണ് ദീപിക ഇന്ന് എഡിറ്റോറിയലിൽ പറയുന്നത്. ഒരു എഡിറ്റോറിയൽ കൂടി വായിച്ച് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അത് തൊട്ടയൽ രാജ്യമായ നേപ്പാളുമായി ബന്ധപ്പെട്ട ഒന്നാണ്. കാഠ്മണ്ഡുവിൽ താരോദയവും തലമുറ മാറ്റവും. 2.5 നൂറ്റാണ്ടിൻ്റെ രാജഭരണത്തിന് ശേഷം 2008 ജനാധിപത്യ റിപ്പബ്ലിക്കായ നേപ്പാളിൽ പല തെരഞ്ഞെടുപ്പുകൾ നടന്നെങ്കിലും സ്ഥിരതയുള്ള ഒരു സർക്കാർ ഭരണം നടത്തുന്നത് കാണാൻ ഭാഗ്യമുദിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. ഔദ്യോഗിക പ്രഖ്യാപനം വന്നിട്ടില്ലെങ്കിലും നേരിട്ടുള്ള 165 സീറ്റുകളിൽ RSP 125 എണ്ണം നേടുകയും ആനുപാതിക പ്രാതിനിധ്യത്തിൽ 50 സീറ്റെങ്കിലും ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്ന അവസ്ഥയിൽ യുവനേതാവ് ബാലേന്ദ്ര ഷായുടെ നേതൃത്വത്തിൽ RSP തന്നെ ഭരണത്തിനൊരുങ്ങുകയാണ്. 35-കാരനായ ബാലേന്ദ്ര ഷായുടെ കരങ്ങളിലേക്ക് ഭരണച്ചുക്കാൻ കൈമാറുമ്പോൾ നേപ്പാളിൽ അതൊരു തലമുറ മാറ്റത്തിൻ്റെ കാഹളം കൂടിയാവും. പലതവണയായി ഭരണത്തിലിരിക്കുകയും പുറത്തു നിൽക്കുകയും ചെയ്ത 74-കാരനായ KP ശർമ്മ ഒലിയിൽ നിന്നാണ് സെപ്റ്റംബറിൽ നടന്ന ജൻസി യുവജന പ്രക്ഷോഭത്തിലൂടെ വമ്പിച്ച പിന്തുണ നേടിയ ബാലോന്റെ താരോദയം. അതായത് നേപ്പാളിൽ പുതിയൊരു താരോദയം ഉണ്ടാകുന്നു ബാലേന്ദ്ര ഷായുടെ. അദ്ദേഹം ഭരണത്തിൽ വരികയാണെങ്കിൽ അവിടെ വലിയ മാറ്റമുണ്ടാകുമെന്നുള്ള പ്രതീക്ഷ പങ്കുവെക്കുകയാണ് മാധ്യമം. അങ്ങനെ പലതരത്തിലുള്ള വാർത്തകൾ നമുക്ക് ഇങ്ങനെ പത്രങ്ങളിൽ ചിതറി കിടക്കുന്നത് കാണാം. ഇനി വീണ്ടും സേതുവിലേക്ക്. ഓക്കെ ലിജോ, ഇവിടെ പ്രേക്ഷകരൊക്കെ ഈ പത്രവാരിയുടെ സമയം ഒരു 15 മിനിറ്റും കൂടെ ആക്കണം സേതു എന്നൊക്കെ ഉള്ള ഒരു ആവശ്യമൊക്കെ പറയുന്നുണ്ട്. വേണമെങ്കിൽ പരിഗണിക്കാം അല്ലേ? തീർച്ചയായും നമുക്ക് ഇനിയും വാർത്തകളുണ്ട്. പക്ഷേ ഇതിൽ പലതും നമ്മൾ തന്നെ പറയുന്ന വാർത്തകളാണ്. അപ്പോൾ അതുകൊണ്ടാണ് അതിൽ നിന്ന് വ്യത്യസ്തമായ വാർത്തകൾ എടുത്ത് പരമാവധി പ്രേക്ഷകർക്ക് മുമ്പിൽ എത്തിക്കാൻ നമ്മൾ ശ്രമിക്കുന്നത്. ഓക്കെ ലിജോ, ശരി. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പത്രവാർത്ത കഴിഞ്ഞു. ഞാൻ